കരയരുത്, സമാധാനിക്കണം എന്ന് പറയാന് എനിക്കറിയൂ. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ. എന്നിട്ടും എന്നെ ഒറ്റപ്പെടുത്തി എല്ലാരും പോകുന്നു. ഞാൻ ഒരിക്കലും അങ്ങേ ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്റെ ദൈവമേ. എന്നെ വിട്ടിട്ട് പോകാതിരുന്ന മതി. ഇവിടുന്ന് പോകരുത് ശങ്കരനെ, ഇവിടുന്ന് പോകരുത്. അലച്ചേരാൻ തന്തസാനാണ് കേട്ടത്. ആരൊക്കെ അതിന് കൂട്ടു വയ്ക്കുന്നത്? സ്വാമി എവിടെയാ തേവിടിച്ചി? ശങ്കരേട്ടൻ വിഷമിക്കരുത്. വിഷമിച്ചാ പിന്നെ നമ്മൾ ഈ കൂടുന്നതിൽ അർത്ഥമില്ല. എന്തു പറയുന്നു ചേട്ടാ? ഞാൻ പറയുന്നത് ശരിയല്ലേ? എന്റെ ജോലി പോകുന്ന എനിക്കിപ്പോ പേടി. ജോലി കാര്യം പറയുന്നില്ല. ജോലി ചേട്ടനെ നിയമിച്ചാരാ? ആ അമ്മ അല്ലയോ? ചേട്ടൻ ഗ്രാമത്തിലോട്ട് തിരിച്ചു പോണം. ചേട്ടന്റെ തങ്കച്ചിയെയും പുതിയമ്മയും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നാട്ടിൽ എവിടെയെങ്കിലും കാണുവേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാവം ഭാമ, ഞാൻ കാരണം എന്നെ ആർക്കും വേണ്ട. അങ്ങനെ പറയരുത് ചേട്ടനെ, ഞങ്ങൾക്ക് വേണം. വേണ്ട, എല്ലാവർക്കും വേണം മോനെ. എന്നെ ആർക്കും വേണ്ട. എന്റെ അച്ഛൻ മരിച്ചുപോയി, എന്നെ ആർക്കും വേണ്ട. നീ അങ്ങനെ പറയരുത് മോനെ. ഈ മേനോൻ ചേട്ടൻ നിന്നെ വേണം. ഈ ഇരിക്കുന്ന പിള്ളേർക്ക് എല്ലാം നിന്നെ വേണം. എന്നെ ആർക്കും വേണ്ട. ദൈവമേ, ദൈവം നിനക്ക് സമാധാനം തരട്ടെ. അമ്മ, അമ്മ, ആമയെങ്കടാ ബാമക്കാവ കാണില്ല. ഓടാ വെളിയിലെ പോ. ഭാമയെങ്ക കസ്തൂരി, ഭാമയെങ്ക? അമ്പിളിയമ്മാവ താമരക്കുമ്പിളിൽ എന്തെങ്കിലും ഉണ്ടോ? താഴോട്ടു പോരുമ്പം എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ. താഴോട്ടു പോരുമ്പം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒഴിവുള്ളപ്പം മതി. എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ. അത് ഈ വഴുതനെങ്കിൽ വെണ്ടയ്ക്കൊന്നും വേണ്ടട്ടാ. പച്ചക്കറി ഇന്ന് പണ്ടാറടങ്ങി കിടക്കുക. വല്ല ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ എന്തെങ്കിലും ഒഴിവുണ്ണി കൊണ്ടുപോയാൽ. ആ മാമ, വെൽക്കം വെൽക്കം. ആ, വെരി സൂർ ഹസ്ബൻഡ്. അപ്പ എങ്കെ തോട്ടത്തിൽ പോയിരിക്കുക. എന്ത് പറ്റി മാമ? പറയുന്നത് ശങ്കരേട്ടൻ ഞങ്ങളുടെ വന്നേ പറ്റൂ. അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരെന്നെ എന്ത് ചെയ്യാനാ? കള്ളക്കേസ് ഉണ്ടാക്കാൻ ചേട്ടാ സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരും. തെളിയിക്കുന്നൊക്കെ പിന്നീടല്ലേ? ചേട്ടനറിയ തൽക്കാലം നമുക്ക് ഇവിടുന്ന് വിടാം. ഇവിടെ വിട്ടേ പറ്റൂ. ബാക്കി നീ ചേട്ടനെ കൊണ്ട് ഹോട്ടലിലേക്ക് പൊയ്ക്കോ. നീ എടുക്ക്. ശരി ശങ്കരേട്ടാ, ഞങ്ങളല്ലേ ചേട്ടാ പറയുന്നത്. എഴുന്നേക്കേട്ടാ. 206 അല്ലേ? അതെ. ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ സാമ്യം തടിയും കൂടെ അവിടെ എത്തി. നന്നായി അവിടെ വിട്ടത്. ഇവിടെ വന്ന് അവനോട് പുല്ലും ചെയ്യില്ല. അയാൾ ഇവിടെ നിൽക്കണ്ട, റൂമിലേക്ക് പൊയ്ക്കോ. ശരിയാ, അതാ നല്ലത്. നീ ഒന്ന് പറയട്ടെ. ഞങ്ങൾ ഇപ്പോഴങ്ങ് പോവും. സാറിന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം. വേണ്ട എല്ലാം, മനസ്സിലായല്ലോ? ഇത് കൈയിരിക്കട്ടെ. എന്ത് വേണം? സാറിന് ആവശ്യമുള്ള എല്ലാം എത്തിക്കാൻ മറ്റേ സാറന്മാർ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോ പറയാം. എന്തോന്തര നാണിക, നീ ആര് മണവാട്ടിയ? ചെല്ലേ. ശങ്കരന,
നീ ഇവിടെ? അതെ. നാണമില്ലേ നിനക്ക്? ഇല്ല. തങ്കച്ചി, ഞാനിപ്പോ തങ്കച്ചിയല്ല. ശങ്കരനും കാശ് കൊടുത്ത് വിളിച്ചു വരുത്തിയതല്ലേ, അതുകൊണ്ട്. അതെ അണ്ണ, എന്നെ താലി കെട്ടിയവന്റെ എന്റെ രംഗണ്ണൻ ഇതൊന്നും അറിയിക്കരുത്. നീ വരുന്നോ? നിന്നെ ഞാൻ ഗ്രാമത്തിൽ കൊണ്ടാക്കാം. വേണ്ടണ്ണ, എന്റെ ചിന്നിയെങ്കിലും രക്ഷപ്പെട്ടെ. തങ്കച്ചി നിൽക്കാൻ. മുത്തുകൃഷ്ണഗിരി വന്നപ്പോഴാണ് ശങ്കരൻ മദ്രാസിലുള്ള വിവരം അറിഞ്ഞത്. 1-2 ദിവസത്തിനകം ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. പിന്നെ ഭാമ തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പുറത്തെങ്ങും കാണാറില്ല പെരിയസ്വാമിയെയും. ചായ കുടി മോനെ. ഇനി നീ ഇവിടെ നിന്നും പോകരുത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ശിവലിംഗം, എനക്കൊരു സ്പെഷ്യൽ ടീ.